ഹലോ ഗൈസ്, ഇപ്പോൾ ബിഗ് ബോസിലൊരു സൂപ്പർ പണി നടന്നിട്ടിരിക്കുകയാണ്. അതായത് ബിഗ് ബോസ് വീക്ക്ലി ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് പണിപ്പുരയിൽ കയറാനുള്ള ടാസ്ക്കാണ്. അപ്പോൾ അതിനായിട്ട് ഇന്നത്തെ ദിവസം രണ്ടാമതായിട്ട് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, അതായത് ടാസ്ക് മുഴുവൻ ധൈര്യമുള്ള ആളുകളെ പണിപ്പുരയിലേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ പോയത് ആദില നൂറയാണ്. അത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണല്ലോ. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ പോയിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഏത് ടാസ്കും ധൈര്യത്തോടെ ചെയ്യാം എന്ന് വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തു പോയ ആളുകളാണ് അനീഷ്, ജിസേൽ, ആര്യൻ എന്നിവർ. ആര്യൻ്റെയൊക്കെ പ്രോമിസിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാണേണ്ടത് തന്നെയാണ്. ഒരു ഫിലിം ഹീറോ ചെയ്തിട്ട് പോകുന്ന പോലെ ഭയങ്കര ഓവർ കോൺഫിഡൻസിലാണ് ആര്യൻ എന്ത് ടാസ്ക് വന്നാലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ജിസേലായാലും എല്ലാം വീട്ടുകാർക്ക് ഭയങ്കര വിശ്വാസമാണ്. കാര്യം ഇവരൊക്കെ ടാസ്ക് ചെയ്ത എല്ലാ ടാസ്കിനും ഇവർ ഭയങ്കര ഫിറ്റാണ്. ഇവരെന്ത് വന്നാലും എന്ത് നേടിയെടുത്തിട്ടേ വരുള്ളൂ എന്നാണ് വീട്ടുകാരൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഈ ധൈര്യം ടാസ്ക് ഫേസ് ചെയ്യാൻ ഇവർ മൂന്നുപേരെയും സെലക്ട് ചെയ്തിട്ട് വീട്ടുകാരൊക്കെ വിടുന്നത്. അതായത് അനീഷിനോട് നേരത്തെ വീട്ടുകാർക്കൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം പതിയെ മാറി വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻസിലാണ് ഇപ്പോൾ 10 പേര്, ഐ തിങ്ക് 10 വോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഭൂരിപക്ഷം. അപ്പോൾ അനീഷും ഈ ടാസ്കിലേക്ക് പ്രവേശിക്കുകയാണ്. പണിപ്പുര ടാസ്ക് വിജയിക്കാൻ ഇവർ ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അനീഷാണ് ആദ്യം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നത്. അവിടെ 3 കാർഡുകളുണ്ട്. 3 കാർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അനീഷാണ് ആദ്യം ചെല്ലുന്നത്. പിന്നെ ആര്യനും ജിസേലും പോകുന്നുണ്ട്. ആര്യൻ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നു, ജിസേൽ തേർഡ് പൊസിഷനിൽ നിൽക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ബിഗ് ബോസ് പറയുന്നു അനീഷിനോട് ഫസ്റ്റ് കാർഡ് എടുക്കാൻ പറയുന്നു. അനീഷ് കാർഡ് എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഇപ്പോൾ മുതൽ ഈ ഷോ തീരുന്നത് വരെ, ബിഗ് ബോസ് ഷോ തീരുന്നവരെ, സീസൺ 7 തീരുന്നത് വരെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ടാസ്ക് ലിസ്റ്റിലുണ്ടായിരുന്നത്. അത് വായിച്ച് തീർന്ന ആ നിമിഷം മുതൽ അനീഷ് പിന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ആര്യൻ എടുക്കുകയാണ് സെക്കൻഡ് റൗണ്ട്. ആര്യൻ എടുക്കുകയാണ്. ആര്യൻ എടുക്കുമ്പോൾ ആര്യൻ്റെ കാർഡിലുണ്ടായിരുന്നത് നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുക എന്നാണ്. അപ്പോൾ ആര്യന് വായിക്കാൻ അറിയില്ല. അങ്ങനെ ആര്യൻ ആ കാർഡ് എടുത്ത്, നമ്മുടെ ജിസേലിന് വായിക്കാൻ അറിയില്ലല്ലോ, മലയാളം അറിയില്ല. അപ്പോൾ ആ കാർഡ് എടുത്തിട്ട് ആര്യൻ ഡയറക്റ്റ് നമ്മുടെ അനീഷിനോട് കൊടുക്കുകയാണ്, അനീഷിനോട് വായിക്കാൻ. പക്ഷേ അനീഷ് വായിക്കുന്നതേ ഇല്ല. കാരണം അനീഷിൻ്റെ കാർഡിൽ ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ആര്യൻ എത്ര കൊടുത്തിട്ടും അനീഷ് വാങ്ങുന്നില്ല. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അനീഷിന് വായിക്കാം. ഇപ്പം നമ്മൾ ടാസ്ക് ആരംഭിച്ചിട്ടില്ല. ടാസ്ക് ആരംഭിക്കുമ്പോഴാണ്, അതായത് നിങ്ങൾ ഈ 3 കാർഡും വായിച്ചിട്ട് ചർച്ച ചെയ്തിട്ടാണ് നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അനീഷിനത് വായിച്ചു കൊടുക്കാമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. പക്ഷേ അനീഷ് മിണ്ടുന്നില്ല. കാരണം അതിനകത്ത് ഇപ്പോൾ മുതലാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് മിണ്ടുന്നതേ ഇല്ല. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ വീട്ടുകാരെല്ലാവരും ലിവിങ് റൂമിൽ ടി-വിയിൽ ഇതെല്ലാം ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ആർക്കെങ്കിലും ഒരാൾക്ക് വന്നിട്ട് വായിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പാനിയും ഒനിയിലും ഒക്കെ ഓടി വരുന്നുണ്ട്. അപ്പാനി ഓടി വന്ന് ആദ്യം അകത്ത് കയറുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അപ്പാനി എന്താണ് നമ്മുടെ ആര്യൻ അതിന് മുന്നേ തന്നെ ഏകദേശം എണ്ണി പറക്കി വായിക്കുന്നൊക്കെ ഉണ്ട്. കാര്യം അയാൾക്ക് മനസ്സിലായി, ഈ ജ്യൂസ് മുഴുവൻ കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്നുള്ളത് ആര്യന് മനസ്സിലായി. പക്ഷേ ആര്യനത് കറക്റ്റായിട്ടല്ല വായിക്കുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബോസ് പുറത്തുനിന്ന് ഒരാളെ വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ അപ്പാനി അകത്ത് കയറുന്നത്. അപ്പാനി വായിച്ചു കൊടുക്കുന്നു. അതായത് ആ ജ്യൂസ് മുഴുവൻ കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ടാസ്ക്. ജ്യൂസ് മൂടി വെച്ചിരിക്കുകയാണ്. എന്താണ് ജ്യൂസ് എന്നറിയില്ല. ഓക്കെ, ആര്യനും എഗ്രീഡ് ആണ്. നെക്സ്റ്റ് ജിസേലിൻ്റെ ടാസ്ക്. അപ്പാനി വായിക്കുന്നതിന് മുന്നേ തന്നെ, പുറത്ത് വായിക്കുന്നതിന് മുമ്പേ തന്നെ ചിരിക്കുകയാണ്. അതിനകത്ത് എഴുതിയിരുന്നത് ഒരാൾ തല മുണ്ടനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ കാർഡിൽ 3ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് തല മുണ്ടനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ജിസേലിൻ്റെ കിളി പോകുന്നു. ആര്യനും ജിസേലും ഒക്കെ കൺഫ്യൂസ്ഡ് ആവുന്നു. പക്ഷേ നമ്മുടെ അനീഷിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. പുള്ളി സ്റ്റേണായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവർക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അപ്പാനി തിരിച്ചു പോവുകയാണ്. ജിസേലും ആര്യനും, കാരണം അനീഷിനോട് ഡിസ്കഷന് വരാൻ പറഞ്ഞിട്ട് അനീഷ് മിണ്ടുന്നതേ ഇല്ല. അപ്പോൾ ഇനിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആര്യനും ജിസേലും തമ്മിൽ അവരുടെ ടാസ്കുകൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ്. ജിസേലിന് എന്തായാലും മുടി മുട്ടയടിക്കുക എന്ന് പറയുന്നത് താല്പര്യമില്ല. ആര്യൻ്റെ ലുക്സിനെ വിട്ട് യാതൊരു കളിയില്ലല്ലോ. അപ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ വലിയ രൺബീർ കപൂർ ആണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ പറ്റില്ല. ആര്യൻ അവസാനത്തെ കൈയെന്നോണം പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് അനീഷ് ഡിസ്കഷൻ തയ്യാറല്ല. ആര്യനായാലും ജിസേലിനായാലും അനീഷിനെ കൊണ്ട് മുട്ടയടിപ്പിക്കണം എന്നാണ് താല്പര്യം. അനീഷ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 2 പേരും മുട്ടയടിക്കാൻ വേണ്ടി വില്ലിങ് അല്ല. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ഏത് ടാസ്ക് കിട്ടിയാലും അവർ 3 പേരും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അനീഷിൻ്റെ തലയിൽ എങ്ങനെയെങ്കിലും കെട്ടിവെക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് മിണ്ടുന്നതേ ഇല്ല, ഡിസ്കഷന് വരുന്നതേ ഇല്ല. അപ്പോൾ ആര്യൻ ഉടനെ സ്വിച്ച് ചെയ്തിട്ട് ജിസേലിൻ്റെ പൊസിഷനിൽ ആദ്യം ഒരിക്കൽ മലക്കം പറഞ്ഞിട്ട് ആര്യം പറയണം, ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആര്യൻ കയറിയിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ആര്യൻ ഒരുപാട് പറയുന്നുണ്ട്. കാര്യം അതായത് ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴാണ് മാത്രം, പുള്ളി ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ആളാണെന്ന് തോന്നുന്നു, എന്തോ ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത്, അതായത് അച്ഛൻ മരിക്കുമ്പോഴാണ് മുട്ടയടിക്കേണ്ടത് എൻ്റെ വിശ്വാസപ്രകാരം, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ ഡിസ്കഷന് ശേഷം ഒന്നും ആവുന്നില്ല. അപ്പം നമ്മുടെ വീട്ടുകാരൊക്കെ ലിവിങ് റൂമിൽ ഇരുന്ന് ഭയങ്കര
എന്താ അക്ഷമരാകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് വീട്ടുകാരെയും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരുടെ വന്ന് ഒരു സൈഡിൽ നിൽക്കാൻ പറയുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അബി എന്ത് ചെയ്യുന്നു, നമ്മുടെ ആര്യന് നേരെയും ജിസേലിന് നേരെയും ചാടിക്കയറാണ്. ആര്യന് നേരെ ചാടിക്കയറുകയാണ്. അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്, നിനക്ക് എന്താ മുട്ടയടിച്ചിടുകയെന്ന് ആര്യനോട് ചോദിക്കുകയാണ്. കാരണം അനീഷിനോട് മീഡിയയുടെ കാര്യമില്ലെന്ന് ഇവർക്ക് അറിയാം. അപ്പോൾ നീ ആ ടാസ്ക് ചെയ്യണം, 1000 പോയിൻറ്റ്സ്, ഇവർക്ക് മൊത്തം ടോട്ടൽ 1000 പോയിൻറ്റ്സാണ് കിട്ടുന്നത്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, മുന്നേ ഉള്ള ടാസ്കിൽ ആദില നൂറ പോയപ്പോൾ 750 ആയിരുന്നു. പക്ഷേ ആ 750 പോയിൻ്റ് ഇവർ വേണ്ടാന്ന് വെച്ചത് അവരുടെ ഫാമിലീസിനെ കൊണ്ടുവരും എന്ന് ബിഗ് ബോസ് ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇവർ കൊണ്ടുവരാത്ത. പക്ഷേ നമുക്കെല്ലാം അറിയാം, ഫാമിലി വീക്ക് ബിഗ് ബോസിൽ എപ്പോഴാണ് വരുന്നത്, സീസൺ തീരാറാകുമ്പോൾ ഏകദേശം ഒരു 7 കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ 5 കണ്ടസ്റ്റൻസോ ഒക്കെ ആകുമ്പോഴാണ് ഫാമിലി വീക്ക് വരിക. അപ്പോഴാണ് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാ ഫാമിലി അല്ല, ആദ്യമേ തന്നെ ബിഗ് ബോസ് ഫാമിലിയൊന്നും കൊണ്ടുവരില്ല. ഇപ്പോൾ ബിഗ് ബോസ് ഇവരുടെ മുമ്പിൽ മൈൻഡ് ഗെയിം കളിച്ചതാണ്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് വായിച്ചപ്പോൾ അവർ ട്രിഗർ ആയതാണ്. അവരുടെ ആ ഒരു നിമിഷം അവർക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ശേഷി എല്ലാവർക്കും എല്ലാവരുടെ ഫാമിലിയും കൊണ്ടുവരണം. പക്ഷേ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ടാസ്ക് ഇടുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, ഇപ്പോൾ ഫൈനൽ വരെ പോകാനുള്ള ആളുകൾ, ഇപ്പോൾ നമ്മൾ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് രേണു സുധി, സരിക എന്നിവരൊന്നും അത്രയും വീക്കാണ്. അവർ രണ്ടുപേരെങ്കിലും അറ്റ്ലീസ്റ്റ് പോവില്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാം. അവരെന്തായാലും ടാസ്ക് കളിക്കുന്നില്ല, അവിടെ വേറൊരു കോണ്ടൻറ്റും അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള 1-2 പേരുടെ പേരെങ്കിലും ഇവർക്ക് പറയാമായിരുന്നു. അങ്ങനെ ഒഴിവാക്കിയാൽ അവർക്ക് ആ 750 പോയിൻറ്റ്സ് കിട്ടുമായിരുന്നു. പക്ഷേ ഇവർ ഫാമിലി വീക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ ഇവർ ഭയങ്കര അതായത് ആദില നൂർ, അത് ബിഗ് ബോസ് ഇങ്ങനെ അവരുടെ മുമ്പിൽ അവരാണ് വരുന്നതെന്ന് അറിഞ്ഞൊരു ടാസ്ക് പ്ലാൻ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് അവർ വരുമ്പോൾ അവർക്കൊന്നത് ഫാമിലിയുമായിട്ട് ഇപ്പോൾ കുറച്ച് അകൽച്ചയിൽ നിൽക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ ഇങ്ങനൊരു ടാസ്ക് വയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു കൺസേൺ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് അവർ. അപ്പോൾ മറ്റുള്ളവരുടെ ഫാമിലി വരുന്നതിന് അവർ തടസ്സം പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഇവർക്ക് വെച്ചത് എന്താണ്, ഇവരിൽ ബിഗ് ബോസിന് അറിയാം, ആര്യനായാലും ജിസേലൊരു മോഡലാണ്, ആര്യൻ ഒരു ആക്ടറാണ്. ആര്യൻ എന്ന് പറയുന്ന ലുക്സിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ജിസേലും അതെ, കാരണം മേക്കപ്പിനെയൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ അനീഷ് എന്ന് പറയുന്ന വാ കൊണ്ട് മാത്രം അവിടെ പിടിച്ചു നിൽക്കുന്ന ആളാണല്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് 3 പേർക്കും പറ്റിയ കാർഡുകൾ തന്നെയാണ് ബിഗ് ബോസ് അവിടെ വച്ചിരുന്നത്. അപ്പോൾ ഇത് ബിഗ് ബോസിൻ്റെ ഒരു മൈൻഡ് ഗെയിം തന്നെയാണ്. ഇപ്പം നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്ന ടാസ്ക് കളിക്കുക, ഫിസിക്കൽ ടാസ്ക് മാത്രം കളിച്ച് ജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതായത് 100% മൈൻഡ് ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് സീസണൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് സാബുമോൻ്റെയൊക്കെ ഗെയിം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലേ. അതായത് പുള്ളി എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് മൈൻഡ് ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം നമുക്കൊരു ന്യൂ ഷോയാണ് മലയാളത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം പുള്ളിയുടെ ഗെയിമൊന്നും നമുക്കത്ര വലിയ താല്പര്യം തോന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പുള്ളിയുടെ ഗെയിം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫുൾ സീസൺ എടുക്കുകയാണെങ്കിൽ പുള്ളി ഒരു ഭയങ്കര നല്ലൊരു എൻ്റർടൈനറുമായിരുന്നു, നല്ലൊരു ഗെയിമറുമായിരുന്നു. പക്ഷെ നമ്മൾ സെക്കൻഡ് സീസൺ എടുക്കുമ്പോൾ നമ്മൾ രജിസ്ഥാൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ പുള്ളി ഒരു മൈൻഡ് ഗെയിമർ തന്നെയായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ ആ ഷോ ഇപ്പോൾ സെക്കൻഡ് ഷോ ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഒരു ന്യൂ സ്ട്രാറ്റജി കൊണ്ടുവന്നു, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അത് വിജയിക്കുകയും ചെയ്തു. എവിടെയൊക്കെ എങ്ങനെയൊക്കെ അത് പ്ലേസ് ചെയ്യണമെന്ന് പുള്ളി കറക്റ്റ് അത് മനസ്സിലാക്കി ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഗെയിമും. സീസൺ 3 നമുക്ക് അത്ര വലിയ മൈൻഡ് ഗെയിം കളിച്ച ആളുകളെയൊന്നും എനിക്ക് എടുത്ത് പറയാനില്ല. അതായത് നമ്മുടെ കിടിലൻ പോളിഫെറോസ് കുറച്ച് മൈൻഡ് ഗെയിമൊക്കെ കളിക്കാൻ നോക്കിയായിരുന്നു. പക്ഷേ എന്താണ് പുള്ളിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, കുറച്ച് കയ്യിൽ നിന്ന് പോയി, വാക്കുകളൊക്കെ കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ പുള്ളി നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഇതൊക്കെ നല്ല മൈൻഡ് ഗെയിം തന്നെയാണ് പുള്ളി കളിച്ചത്. അതായത് നമ്മൾ അവരുടെ മൈൻഡിന്, നമ്മളിപ്പോൾ ഒരാളുടെ മുമ്പിൽ നിന്ന് മൈൻഡ് ഗെയിം കളിക്കുമ്പോൾ അയാളുടെ മൈൻഡ് എങ്ങനെയെങ്കിലും നമ്മൾ കൺട്രോളിലാക്കണം, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളിയുടെ ഗെയിം എങ്ങനെ പോയി എന്നറിയില്ല, അല്ലേ. പുള്ളിയുടെ ഗെയിം പോവുകയാണ് ചെയ്തത്. അതേക്കുറിച്ച് നമുക്ക് ഡിസ്കഷൻ വേണം. നമുക്ക് തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് ഇത്ര ഇലാബറേറ്റ് ആയിട്ട് പറയുന്നത് കാരണം അത്ര എനിക്ക് ഈ ഗെയിം ഇപ്പം നമ്മൾ ഇതുവരെ ബിഗ് ബോസ് സീസൺ 7 തന്ന ഗെയിംസിൽ ഏറ്റവും നല്ല ഗെയിമായിരുന്നു ഇത്. കാരണം ഇതിനകത്ത് കുറേ എക്സ്പോസ്ഡായി. അതായത് എല്ലാവരും വിചാരിച്ചിരുന്നത് നമുക്കൊരു ടാസ്കിൽ ആര്യനും ജിസയിലും ഒക്കെ പോയാൽ അവർ 100% കൊടുക്കും, എന്തായാലും ടാസ്ക് വിൻ ചെയ്തിട്ടേ വരുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. കാരണം അവരെയൊക്കെ കുറച്ചൊന്ന് താഴ്ത്തി, അവരുടെയൊക്കെ കോൺഫിഡൻസ് ലെവൽ അവർ തന്നെ കുറച്ച് താഴ്ത്തിയിട്ട് ഇവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്നാണ് ബാക്കിയുള്ള ഹൗസ് മേറ്റ്സൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വന്നതാണ്, അല്ലേ. ഇപ്പോൾ എല്ലാ ഗെയിമും ഫിസിക്കലാകണം എന്നില്ല, എല്ലാ ഗെയിമും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റണം എന്നില്ല എന്നിവർക്ക് മനസ്സിലായി.
ഹൗസ് മേറ്റ്സ് അപ്പോൾ സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അതാണ് സംഭവം. അതായത് ബിഗ് ബോസ് ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തു, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ വെറും ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല, ഇതൊരു മൈൻഡ് ഗെയിം, 100% മൈൻഡ് ഗെയിം കളിക്കേണ്ട ഷോ ആണെന്നുള്ളത്. അതായത് ആര്യനും ജിസേലിനും ഇത് വലിയൊരു അടിയായിട്ടുണ്ട്. കാരണം അവർ വീട്ടുകാരുടെ ഭയങ്കര പെറ്റായിരുന്നു. ഗെയിംസൊക്കെ വരുമ്പോഴത്തേക്കും ജിസേൽ എന്ന് പറയുന്നത്, ജിസേലിനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ബോയ്സ് ഗ്യാങ്ങൊക്കെ ഭയങ്കര തലയിലെടുത്ത് വെച്ചുകൊണ്ടിരുന്നതാണ്. ജിസേൽ എന്തും ചെയ്യും, ഭയങ്കര ടാസ്കിലൊക്കെ അത്രത്തോളം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന വീട്ടുകാർക്ക്, അതായത് അവർക്ക് അവരുടെ ഒരു അനാലിസിസിനുള്ള, സെൽഫ് അനാലിസിസിനുള്ള ടൈമായി എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യനും മനസ്സിലായിട്ടുണ്ട്. അതായത് അപ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട്, ഞാനാണ് പോയത്, അപ്പാനിയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ഞാനാണ് വന്നിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ അക്ബറും ചെയ്യുന്നുണ്ട്, ഞാനാണ് വന്നിരുന്നെങ്കിൽ. അപ്പോൾ അതിനിടയിലൂടെ നമ്മുടെ ആര്യൻ കുറച്ച് ഹീറോ കാർഡൊക്കെ ഇറക്കുന്നുണ്ട്. അതായത് ഗേൾ കാർഡ്, വിമൻ കാർഡൊക്കെ നമ്മുടെ ജിസയിൽ ഇറക്കുന്നുണ്ട്. അതായത് ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് മുടി മൊട്ടയടിക്കാൻ പറ്റില്ല. ഗേൾസിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യോ. അപ്പോൾ അനിമോളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ടാസ്ക് കിട്ടിയാൽ ചിലപ്പോൾ ഇവരും ചെയ്യണം എന്നില്ല. പക്ഷേ അവർക്ക് ആർഗ്യൂ ചെയ്യാം, കാരണം ഇവർ എന്തും ചെയ്യാമെന്ന് ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടവരാണല്ലേ. അപ്പോൾ ഇവർ ചെയ്യേണ്ടതാണ്. അപ്പം ബാക്കിയുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ആർഗ്യൂ ചെയ്യാം, ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ചെയ്തേനെ എന്നൊക്കെ അവർക്ക് ആർഗ്യൂ ചെയ്യാം. അങ്ങനെ അവർ തമ്മിൽ, വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കശപിശയൊക്കെ ആവുന്നുണ്ട്. അക്ബറും പറയുന്നുണ്ട് ഞാനും ചെയ്യാം. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട്, ഹൗസ് മേറ്റ്സ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്വിച്ച് ചെയ്യാൻ പറ്റുമോ. അതായത് അവരിൽ മുട്ടയടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പാനിയൊക്കെ പറയുന്നുണ്ട് ആര്യനോട്, ആര്യ നീ ഒരു ആക്ടറാണ്, ഇതൊരു റോളായിരുന്നെങ്കിൽ നീ എന്തായാലും ചെയ്യില്ലേ, അപ്പോൾ നീ എന്തായാലും ചെയ്യണം, ഞാനാണെങ്കിൽ ചെയ്തേനെ എന്നൊക്കെ അപ്പാനിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ ആര്യൻ ജിസേലിനെ സ്വിച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ആര്യന് കിട്ടിയ ജ്യൂസാണല്ലോ. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഞാൻ ഇവളുടെ പ്ലേസിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ആര്യൻ ജിസേലിൻ്റെ പ്ലേസിൽ പോയി നിൽക്കുന്നത്. ജിസേൽ ഇപ്പം ജ്യൂസിൻ്റെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം ജിസേൽ ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആര്യൻ ഒരു ഹീറോ ആയല്ലോ ജിസേലിൻ്റെ മുമ്പിൽ. അപ്പം ജിസേൽ പറയുന്നുണ്ട്, അത് അവൻ എനിക്ക് വേണ്ടിയാണ് എടുത്തത്, എനിക്ക് കിട്ടിയതാണ്, അവന് കിട്ടിയ ജ്യൂസാണ്, അവൻ എനിക്ക് വേണ്ടിയാണ് എടുത്തതെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യനും ജിസേലും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവനോട് പറ, അനീഷിനോട് പറ എന്നാണ് ഇവർ പറയുന്നത്. അതായത് അനീഷിന് എന്താ മുട്ടയടിച്ചാലും അനീഷിനോട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടുകാർ പറയുന്നുണ്ട്, അപ്പോൾ അവൻ ചെയ്തില്ല, അവൻ കിട്ടിയ ടാസ്ക് അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ എന്താ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വിച്ച് ചെയ്താൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ആര്യൻ ഒരു രക്ഷയില്ല, ഭൂരിപക്ഷം എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം 8 പേര് പറയുന്നുണ്ട് ആര്യൻ മുട്ടയടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആര്യൻ അത് വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇവർ പറഞ്ഞു മുട്ടയടിക്കേണ്ടതെന്ന്, ഈ 1000 പോയിൻറ്റ്സിന് വേണ്ടി ഞാൻ മുട്ടയടിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആര്യൻ ഇവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ വേണം എന്ന് പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് എന്നാൽ. അപ്പോൾ അബിയാണ് പറയുന്നത്, ഇനി ഇവിടെ ഒരു ആര്യനും ജിസേലും മാത്രമേ ഉള്ളൂ ഈ ടാസ്കൊക്കെ ചെയ്യാൻ, വേറെ ആരും പോയാൽ നിങ്ങളാരും സമ്മതിക്കില്ല, ഇപ്പം മനസ്സിലായോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് ഇനി ഒരു ടാസ്കിൽ ഇവരെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പെട്ടെന്ന് ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ ഈ 1000 പോയിൻറ്റ്സ് മാത്രം ആവരുത്, കൂടുതൽ പോയിൻറ്റ്സ് ചോദിക്കുന്നുണ്ട്, അത് ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല. പിന്നെ ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇനി ഒരു നോമിനേഷനിൽ എന്നെ ഇടാൻ പാടില്ല, അതായത് എവിക്ഷനിലൊന്നും വരാൻ പാടില്ല എന്ന് വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്. എല്ലാ ടാസ്കിലും എന്നെ വിടുകയും വേണം, എന്നെ എവിക്ഷനിൽ നിങ്ങൾ വിടാൻ പാടില്ല എന്നും ഹൗസ് മേറ്റ്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് താല്പര്യമുള്ള കേസല്ല, എനിക്ക് 1000 പോയിൻറ്റ്സ് വേണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ അബിയൊക്കെ പറയുന്നുണ്ട് ഇനി ഒരു ടാസ്കിലും ഇനി ഇവരെ വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ കൺസേൺ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ എത്ര കണ്ട് നടക്കും എന്നുള്ളത് നമുക്കിനി കാണാം. അങ്ങനെ ബിഗ് ബോസ് ഇവരെല്ലാം പിരിച്ചുവിട്ട് തിരിച്ച് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. ലിവിങ് റൂമിൽ വന്നിരുന്ന് ഇവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അവരാരും എടുക്കുന്നില്ലല്ലോ, അപ്പോൾ എടുക്കാത്തതുകൊണ്ട് ടാസ്ക് ക്യാൻസലായി പോയെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ അടുത്തടി പൊട്ടുന്നത്. അതായത് ഇവർ പിരിഞ്ഞു പോകാമെന്ന് പറയുമ്പോൾ ഇവരെല്ലാം നല്ല കടിച്ചു പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ അക്ബറും അപ്പാനിയൊക്കെ നല്ല അഗ്രസീവായിട്ടുള്ള ആൾക്കാരാണല്ലോ, ഇവരെല്ലാം നല്ല കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം പിരിഞ്ഞു പോകുമ്പോഴാണ് നമ്മുടെ അനീഷ് പറയുന്നത്, ഞാൻ മിണ്ടാതിരുന്ന ടാസ്ക് ലെറ്ററിൽ ഇപ്പോൾ മുതൽ എന്നൊരു ക്ലോസ് ഉള്ളതുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കേണ്ട താമസം അക്ബറും അപ്പാനിയും എല്ലാം ഭയങ്കര അഗ്രസീവ്, ഭയങ്കര വയലൻ്റ് ആവുകയാണ്. അതായത് നീ ഒന്ന് വായ തുറക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, ഇത്ര നേരം നീ എന്താ സംസാരിക്കാതിരുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയാവുകയാണ് ഇവർ തമ്മിൽ. അതിൻ്റെ ഇടയിൽ അക്ബറിൻ്റെ കുറേ നമുക്ക് ബീബൊക്കെ കേൾക്കാം, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കാര്യമായ തെറിവിളികളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു. അക്ബറിൻ്റെ ഭാഗത്തു നിന്നും അപ്പാനിയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെല്ലാം മ്യൂട്ടായിട്ടുണ്ട്. തെറി ആയിരിക്കണം, നമുക്കറിയില്ല, കാരണം അത് മ്യൂട്ട് ചെയ്യും. തെറിയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, കുറേ മ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിന്ന് സരിക ഇങ്ങനെ വായൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു, കലാപവും സരിക. അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതായത് അക്ബർ എന്ന് പറഞ്ഞാൽ ഇപ്പം അടിക്കുന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നമ്മളൊരു ഫിസിക്കൽ ടാസ്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാവും. അക്ബർ
കറക്റ്റ് നമ്മുടെ അടുത്ത് ചെവിയുടെ അടുത്ത് വന്നിരുന്ന അലറിയാണ് സംസാരിച്ചത്. അത് ഫിസിക്കലായിട്ട് എനിക്കൊരു ഫിസിക്കൽ അസോൾട്ടിന് വരുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. എന്നിട്ട് പുള്ളി നെഞ്ചൊക്കെ വെച്ച് ഉന്തുന്നുണ്ടായിരുന്നു അക്ബർ അനീഷിനെ. അപ്പോൾ അത്രത്തോളം ഫിസിക്കലായിട്ട് കൈ ബാക്കി കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി അക്ബർ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളാണല്ലേ. അപ്പോൾ പുള്ളി ഇടിച്ചിടിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത്രയ്ക്കും അഗ്രസീവായിട്ട് അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് അങ്ങോട്ട് പോകുമ്പോൾ പുള്ളി ദേഷ്യം വന്നിട്ട് ഒരു പില്ലോ എടുത്ത് അനീഷിനെ എറിയുന്നുണ്ട്. അത് അക്ബർ ചെയ്തത് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ തീർച്ചയായും ചോദിക്കണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് എങ്കിലും അത് വാൺ ചെയ്യണം. അതായത് അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു ആക്റ്റും ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു സാധനം എറിഞ്ഞ് പൊട്ടിക്കാനോ ഒന്നും പാടുള്ളതല്ല. അപ്പോൾ പുള്ളി എറിഞ്ഞത് പില്ലോയാണ്. പക്ഷേ ആ സമയത്ത് പുള്ളിയുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമാണ് കിട്ടിയിരുന്നെങ്കിലോ അതും പുള്ളി എടുത്ത് എറിയുമായിരുന്നില്ലേ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അതായത് അനീഷ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അനീഷ് വളരെ കാമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ കേൾക്കുമ്പോൾ ഇങ്ങനെ ട്രിഗറായിട്ട് നിൽക്കുന്ന അക്ബർക്ക് പെട്ടെന്ന് ട്രിഗർ ആവുന്ന ആളുകളാണ് കേട്ടോ. ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്, പറയാതെ വയ്യ. അപ്പോൾ അത്രത്തോളം പുള്ളി അങ്ങ് ഓവർ ഈ ടാസ്ക് നശിപ്പിച്ചത് തന്നെ പിന്നെ അനീഷാണെന്നുള്ള രീതിയിലാണ്. പിന്നെ ആര്യനും ജിസേലും ഒക്കെ ഇവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് മാറിപ്പോയി, അതായത് ഇതുവരെയുള്ള കാര്യത്തിൽ. പിന്നെ നമ്മുടെ അക്ബർ ഭയങ്കര അഗ്രസീവായിട്ട് എന്തൊക്കെയോ പറയുന്നു എടുക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ ബാക്കി ഹൗസ് മേറ്റ്സ് അവിടെ നിന്ന് വയസ്സായിട്ട് ഈ ടാസ്കിനെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ശൈത്യ, ബിന്നി, ശാരിക, കെ, അതായത് അവരൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കലാപവും സരികയ്ക്ക് ഇപ്പോഴും ഗെയിം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരി ബിഗ് ബോസ് ഷോ മുന്നേ കണ്ടിട്ടുണ്ടോ, ടാസ്കുകളുള്ള ഷോയാണോ അങ്ങനെയൊന്നും അറിയാമെന്നറിയില്ല. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളിക്കാരി അത് വളരെ പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. യാതൊരു ഗെയിം സ്പിരിറ്റും പുള്ളിക്കാരി കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി പറയുന്ന അനീഷാണ് ഈ ഗെയിം എല്ലാം അങ്ങനെ ആക്കിയതെന്നുള്ള രീതിയിൽ ആദ്യം പുള്ളിക്കാരി അക്ബറിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി നമ്മുടെ ലിവിംഗ് റൂമിൽ വരുമ്പോഴാണ് ബാക്കിയുള്ളവർ ഡിസ്കഷൻ ചെയ്യുന്നത്. നമ്മുടെ സരിക കെ ബി ഒക്കെ ഡിസ്കഷനിലിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, അതായത് ബിഗ് ബോസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മുതൽ. അപ്പോൾ സരിക പറയുന്നുണ്ട് അതിനെന്താ ബിഗ് ബോസ് പറഞ്ഞല്ലോ ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് അങ്ങനെ പറയും, പക്ഷേ ഇത് 7ന്റെ പണി സീസണാണ്. ചിലപ്പോൾ അയാൾ സംസാരിച്ചിരുന്നെങ്കിൽ ബിഗ് ബോസ് ചോദിച്ചേനെ നിങ്ങളുടെ കാർഡിൽ ഇപ്പോൾ മുതൽ എന്നല്ലേ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടാസ്ക് റദ്ദ് ചെയ്താൽ ശരിയാണല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് അനീഷ് സംസാരിച്ച് ഇവരോട് ഡിസ്കഷനിൽ വന്ന് ടാസ്ക് റദ്ദ് ചെയ്യപ്പെട്ട എല്ലാവരോടും അനീഷാണ് ടാസ്ക് കുളമാക്കിയെന്ന് അപ്പോഴും പറയും. അപ്പോൾ അനീഷ് ചെയ്തത് വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ്. ആ ടാസ്ക് ലെറ്ററിൽ ഇപ്പോൾ മുതൽ എന്ന്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നതല്ലേ. ടാസ്ക് ലെറ്ററിൽ നിങ്ങൾ ഈ ടാസ്ക് കഴിഞ്ഞ്, അതായത് ഈ ടാസ്ക് തുടങ്ങുമ്പോൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോ തുടങ്ങുക, അതായത് ബിഗ് ബോസ് ഷോ എൻഡ് ചെയ്യുന്നവരെ മിണ്ടാതിരിക്കുക, അങ്ങനെയായിരുന്നു ടാസ്ക് ലെറ്ററിൽ കൊടുക്കേണ്ടത്. പക്ഷേ ബിഗ് ബോസ് കൊടുത്തത് എന്താണ്, ഇപ്പോൾ മുതൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. അനീഷ് ചെയ്തത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക. പറയുന്നുണ്ട് ഇത് ആളുകൾ എങ്ങനെയാണെന്ന് എക്സ്പോസ്ഡ് ആവാൻ വേണ്ടി കൊടുത്തൊരു ഗെയിമാണ്. ശരിക്കും അതെ. അതായത് ആര്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് ടാസ്കും ചെയ്ത് ഈ ഹൗസ് മേറ്റ്സിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളെന്ന് അവർ വെറുതെ എങ്കിലും വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ നീഡ്സ് തന്നെയാണ് ഏറ്റവും വലുതെന്ന് ഇവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ആര്യനായാലും ജിസയിലായാലും ഒക്കെ അവർ ഇപ്പോൾ എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഈ ടാസ്ക് ഞാനാണ് ധൈര്യപൂർവ്വം ആദ്യം ആ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത്, ആദ്യത്തെ ടാസ്ക് എടുത്തത് ഞാൻ. ആ കിട്ടിയ ടാസ്ക് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അതിലേത് ടാസ്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിലും, ടാസ്ക് കാർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് അനീഷ് അപ്പോഴും പറയുന്നത്. അനീഷ് ഒരു പക്ഷേ ചെയ്യുമായിരിക്കാം അല്ലേ. ചിലപ്പോൾ അനീഷിനാണ് കിട്ടിയിരുന്നെങ്കിൽ അനീഷ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ അനീഷ് എന്തായാലും ചെയ്യുമായിരിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ പുള്ളിക്ക് ആദ്യത്തെ ടാസ്ക് ലെറ്റർ കിട്ടി. ഇത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വായാണ് ഏറ്റവും വലുത്. അപ്പോൾ വാ മൂടി കെട്ടാൻ പുള്ളി തയ്യാറായി. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.